ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയില്ല, അത് പ്രൂവ് ചെയ്യപ്പെട്ടു. വി ഡി സ്വാഭാവിക ചോയ്സായിട്ട് വരുന്നു. കെ സി പറയുന്നു തുടക്കം മുതൽ ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഉണ്ടായിരുന്നില്ല, ഇവിടുത്തെ MLA-മാരിൽ നിന്ന് വി ഡി മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറഞ്ഞ് ഒരു ഹൈക്കമാൻഡ് ഓറയിൽ കെ സിക്ക് പിന്മാറാം. തന്ത്രജ്ഞനായി നമ്മൾ വ്യാഖ്യാനിക്കപ്പെടും. ചെന്നിത്തലയ്ക്ക് എന്തായാലും ഇനിയും സമവായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് ഒരു റോളുമില്ല. ഇതായിരുന്നു കെ സിയുടെ തന്ത്രമെങ്കിൽ ഓക്കെ, ശരിയാണ്. പക്ഷേ ഇനി അതിന് കഴിയുമോ പിന്മാറാൻ? കെ സി പ്രതിസന്ധിയിലായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹം ഹൈക്കമാൻഡാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കെ സിയും കൂടെ ചേരുന്നതാണ് ഭരണഘടനാപരമായി. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഹൈക്കമാൻഡായ അദ്ദേഹം, സുപ്രീം ലീഡറായ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ട് ജനങ്ങളുടെ അവമതിപ്പും മാധ്യമങ്ങളുടെ അവമതിപ്പും ഒക്കെ ഏറ്റ് പിന്മാറിയാൽ സത്യത്തിൽ ഹൈക്കമാൻഡായ കെ സി ലോ കമാൻഡായി മാറും. പിന്നെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് എന്ത് വിലയാവുള്ളത്? രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. മുഖ്യമന്ത്രിയാകാൻ കൊതിച്ച ആൾ തൃണം പോല എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ പണ്ടൊരു കഥയുണ്ടല്ലോ, ഈ ഇതിനകത്ത് വാല് പോയ കുരങ്ങൻ്റെ അവസ്ഥയായി കെ സിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ 6 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്നുള്ള ചോദ്യം. 6 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അദ്ദേഹം അന്നേരം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാളെ KPCC പ്രസിഡൻ്റാക്കും. അപ്പോൾ സംഘടന കൂടെയുണ്ട്, MLA-മാരുണ്ട്, ഭരണമുണ്ട്. ഇരിക്കൂറായിരിക്കും മത്സരിക്കുക. 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രിയ സുഹൃത്തായിട്ടുള്ള സജീവ് ജോസഫിന് ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷമുണ്ട്. 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണ്. പിന്നെ ജനങ്ങളെല്ലാവരും പറയുന്നു ഞങ്ങൾ കെ സി തോൽപ്പിക്കും. ഈ ജനങ്ങൾക്കെല്ലാം പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇരിക്കൂറുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ വോട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ കെ സിയെ മുമ്പോട്ട് നയിക്കുന്നതായിരിക്കും. 6 മാസം കഴിയുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം മറക്കും. അന്ന് മുഖ്യമന്ത്രിയാണ്, പാർട്ടിയുടെ സംവിധാനം മുഴുവൻ തൻ്റെ കൂടെയുണ്ട്, ജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് ഈ സെനാരിയോയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രസകരമായ ഒരു ആൻറ്റി ക്ലൈമാക്സ് ഇതിനകത്തുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.